വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ ബറ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റും. അതേപോലെ നല്ല ക്രീമി ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ചിക്കൻ ബറ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, 1 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കസൂരി മേത്തി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇത് റെഡി. ഇനി നമുക്ക് ഇത് കുറച്ച് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് പുരട്ടി വയ്ക്കാം. ഞാനിതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടോ. നമ്മളിപ്പോൾ അരച്ചത് അരപ്പ് കുറച്ച് മാറ്റി വയ്ക്കണേ. അത് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് ലാസ്റ്റ്. ഇത് ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, ഇല്ലെങ്കിൽ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി കേട്ടോ. പക്ഷേ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതെന്നേ പറയുള്ളൂ. കുറച്ചും കൂടി ടേസ്റ്റും നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ നോക്കാം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് വേവുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു കടായി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള കുറച്ച് അരപ്പില്ലേ മാറ്റി വെച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്രഷ് ക്രീമും കൂടി ചേർക്കുക. അത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ്. 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണക്കം മാറിയിട്ട് ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് ബട്ടറും നെയ്യും ഒക്കെ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു 2 പച്ചമുളക് ഇങ്ങനെ ചെറുതായി കയറിയത് ഇങ്ങനെ ഇട്ട് ഒരു അലങ്കാരത്തിനിട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബറ ഇവിടെ തയ്യാർ. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ. ഇതിൻ്റെ ഗ്രേവി കിഡിലനാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കായിട്ടില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഗ്രേവിയും ഈ ചിക്കനും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. നല്ലൊരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. മസ്റ്റ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനി ഞാൻ നാട്ടിലെത്തിയിട്ടായിരിക്കും അടുത്ത വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം നമുക്ക് കാണാം. ടാറ്റാ.